ഇപ്പോൾ റിട്ടയർ SP ടി കെ രാജ്മോഹൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി കെ രാജ്മോഹൻ, അങ്ങനെ കസ്റ്റംസിന് പിന്നാലെ ഇപ്പോൾ EDയുടെ അന്വേഷണവുമാണ് നടക്കുന്നത്. 17 ഇടങ്ങളിൽ ഒരേ സമയമുള്ള പരിശോധന, താരങ്ങളുടെ ഒക്കെ തന്നെ വീട്ടിലും ഒക്കെ തന്നെ പരിശോധന നടക്കുകയാണ്. ഒരു നല്ല കാര്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ കസ്റ്റംസിന്റെ അന്വേഷണത്തിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ ഒരു ഇഴഞ്ഞുപോക്കുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം കൃത്യമല്ല മുതലായ ആരോപണങ്ങളൊക്കെ നടക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ ED റെയ്ഡിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ ED റൈഡ് ചെയ്യുന്നത് ഈ ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, പണ്ടത്തെ ഫറയായിരുന്നു. അപ്പോൾ ഇത് 1999 ഇത് ഫെമ ആക്കി മാറ്റി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അത് പ്രകാരമാണ് ഇപ്പോൾ ED ഇപ്പോഴേ ഈ കേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ റൈഡ് ചെയ്യാണ്. അപ്പോൾ 10-17 റൈഡ് നടക്കുകയാണ് സമിൾട്ടേനിയസ് ആയിട്ട്. അപ്പോൾ അവരിപ്പോൾ ശേഖരിക്കുന്നത് എന്തെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ഉണ്ടായോ, അങ്ങനെ ആ സംഭവങ്ങൾ വല്ല ഉണ്ടായിട്ട് കള്ളപ്പണം ഉപയോഗിച്ചോ, അപ്പൊ ഇതിന്റെ ഈ പേയ്മെന്റ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഹൈ എൻഡ് വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ എവിടെ നിന്നാണ് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ അതുപോലെ കസ്റ്റംസിന് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ കൂടി ED യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരപ്പം. ഫെമ പ്രകാരമുള്ളൊരു നടപടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അല്ലാതെ വേറെ ഓഫൻസ് ഒന്നും ഇതിൽ ഡിസ്ക്ലോസ് ആയിട്ടില്ല. അതായത് ED വരാൻ വേണ്ടി പറ്റിയ ഈ കാര്യങ്ങൾ, ഫെമ പ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഓഫൻസൊന്നും സോഫാർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അന്വേഷണത്തിൽ വേറെ വല്ല ഓഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പോകും. അപ്പം ഇതിലിപ്പം ഈ ഫൈനാൻസിനകത്ത് കൊടുത്തപ്പോൾ അതിൽ ഫോറിൻ ഫണ്ട് എങ്ങനെ വന്നു, അതിൽ ഫോറിൻ ഫണ്ട് റെഗുലേഷനിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, അല്ലാതെ ഈ പണം കൊടുത്തത്, കാരണം ഇതൊന്നും ഇന്ത്യയിലുള്ള വാഹനങ്ങളല്ല, പുറത്തുനിന്ന് വന്ന വാഹനങ്ങളാണ്. ഭൂട്ടാനിൽ നിന്ന് വന്ന വാഹനങ്ങളുണ്ടാവും, വേറെ ചില സ്ഥലത്ത് നിന്ന് വന്ന വാഹനങ്ങളുണ്ടാവും. അപ്പൊ ഈ വാഹനങ്ങളുടെ എൻട്രി എങ്ങനെയാണ്, അങ്ങനെ എൻട്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മണി എക്സ്ചേഞ്ച് എങ്ങനെ നടന്നിരിക്കുന്നത്. അപ്പം പ്രാഥമികമായിട്ട് ഫെമ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ അതിന്റെ പണിഷ്മെന്റ്, സാധാരണ പണിഷ്മെന്റ് ഒക്കെ ഈ അത് 2 ലക്ഷം 5 ലക്ഷം പണം അടക്കുന്ന പണം അത് ഫൈൻ ചെയ്താൽ അതിന്റെ ഒഫൻസ് തീരും. പക്ഷെ ഇത് ഗ്രേവ് ഒഫൻസ് ആണെങ്കിൽ മറ്റു തടവും കാര്യങ്ങളും വരുള്ളൂ. ഇപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇനി റൈഡിന് വല്ല ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടി സ്ട്രോങ് ആയ കേസ് EDക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയാൽ കുറെ കൂടി കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകും. അതേസമയം തന്നെ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും വളരെ മെല്ലെപ്പൊക്കെ നയമാണ് കാണുന്നത്. അത് കുറെ കൂടി ജാഗ്രതയോട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ രണ്ട് ഏജൻസിയും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ ഒഫൻസ് ഇതിൽ കിട്ടിയേക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലാണ് ഇതൊരു വലിയ കേസായി മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു മെല്ലെപ്പൊക്കം, നമുക്കറിയാം ഇത്രയും വാഹനങ്ങളൊക്കെ തന്നെയും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടും കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചത് വളരെ കുറവ് ഒരു സംഖ്യ മാത്രം എന്നാണ്. അതേപോലെ തന്നെ ഇപ്പോൾ EDയുടെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായതൊക്കെ തന്നെയും കേസിനൊന്നും കൂടെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, അത് ഈ രണ്ട് വിഭാഗങ്ങളുടെയൊക്കെ തന്നെയും ഒരുമിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ ആവുമ്പോൾ അത് ഈ കേസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ EDയുടെ അന്വേഷണം വരുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കസ്റ്റംസിനെയും കൂടി അങ്ങോട്ടും രണ്ട് ഏജൻസിക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയ വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലാതെ ഈ പറഞ്ഞമാര് വെറും കാറ് കച്ചവടമാണോ, അതല്ല ഇപ്പോഴുള്ള ഇൻഫർമേഷൻ പ്രകാരം കോയമ്പത്തൂരുള്ള ഒരു ഏജൻസി ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ആക്ച്വലി ഈ ഓരോ 87 ഡോക്യുമെന്റ് അല്ല, അത് കളർ ഡോക്യുമെന്റ് ആണെന്നും രജിസ്ട്രേഷൻ കളർ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നൊക്കെയാണ് ഇപ്പോഴുള്ള ഇൻഫർമേഷൻ. അതിനോട് ബേസ് ചെയ്ത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും മുന്നോട്ട് പോകണം. കുറെ കൂടി ജാഗ്രതയോടെ കസ്റ്റംസ് മുന്നോട്ട് പോയാൽ മാത്രമേ മറ്റേ ഏജൻസി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദിയുണ്ട് ശ്രീ ടി കെ രാജ്മോഹൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.